കോട്ട മധുവിനെപ്പോലെ തന്നെ ശക്തയായ പ്രമീള അപർണ ബാലമുരളി അഭിമുഖം. ഷാജി കൈലാസ് ഒരിടവേളയ്ക്കു ശേഷം വീണ്ടും മാസ് പടങ്ങളുമായി എത്തുന്നത് ഒട്ടേറെ പുതുമകളുമായിട്ടാണ്. തിരുവനന്തപുരത്തിന്റെ ഗുണ്ടാകുടിപ്പകയുടെ ചരിത്രം പറയുന്ന കാപ്പയും വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധ നേടുകയാണ്. ചിത്രത്തിന്റെ നെടുംതൂണുകളായി 2 സ്ത്രീകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു എന്നതാണ് കാപ്പയിൽ ശ്രദ്ധേയമായത്. തേച്ചുവടി പോലെയാക്കിയ വെള്ള ഡബിൾ പോക്കറ്റ് ഷർട്ടിനും കറുത്ത പൊട്ടിനും പിന്നിൽ കോട്ട മധു തന്റെ ജീവിതം മാറ്റിയെഴുതാൻ ശ്രമിക്കുമ്പോൾ മധുവിന് പിന്തുണയുമായി ഉൾക്കരുത്തുള്ള പ്രമീള എന്ന ഭാര്യയുണ്ട്. കരുത്തരായ നിരവധി സ്ത്രീകഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ദേശീയ അവാർഡ് ജേതാവ് അപർണ ബാലമുരളിയാണ് കോട്ട മധുവിന്റെ പ്രമീളയായി എത്തിയത്. ചെറുപ്പം മുതൽ ആസ്വദിച്ച നിരവധി സിനിമകളുടെ അമരക്കാരനായ ഷാജി കൈലാസിന്റെ ചിത്രത്തിൽ നായികയായ സന്തോഷം പങ്കുവച്ചുകൊണ്ട് അപർണ ബാലമുരളി. സിനിമയിൽ ഉള്ള 2 സ്ത്രീകളും ശക്തമായ കഥാപാത്രങ്ങളാണ്. അങ്ങനെ ഒരു കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്കും വളരെ സന്തോഷമായി. കാപ്പയുടെ കഥ വളരെ ശക്തമാണ്. ഇന്ദുഗോപൻ ചേട്ടന്റെ ഏറ്റവും നല്ല കഥകളിൽ ഒന്നാണ്. കഥ വായിച്ചപ്പോൾ തന്നെ എനിക്ക് കഥാപാത്രത്തെ ഇഷ്ടപ്പെട്ടിരുന്നു. നായകനെ പോലെ തന്നെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് പ്രമീള. അതുപോലെ തന്നെ ബിനു എന്ന കഥാപാത്രവും വളരെ ശക്തയായ സ്ത്രീയാണ്. പ്രമീളയ്ക്ക് നല്ല പ്രതികരണങ്ങൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ജയ 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 ഹേ, എന്റെ തന്നെ സിനിമ, ഇനി ഉത്തരം തുടങ്ങി നിരവധി ചിത്രങ്ങൾ വന്നുകഴിഞ്ഞു. ഞാൻ അഭിനയിക്കുന്ന ഒട്ടുമിക്ക സിനിമകളും സ്ത്രീ പ്രാധാന്യം ഉള്ളതാണ്. സിനിമ നന്നായി മാറുന്നുണ്ട്. മലയാളത്തിലാണ് അത്തരത്തിൽ നല്ലൊരു മാറ്റം വന്നിട്ടുള്ളത്. കാപ്പ പോലെ ഒരു സിനിമയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇത്തരമൊരു സ്ത്രീ കഥാപാത്രം. രാജു ചേട്ടന്റെ സിനിമയാണ്. അതിൽ രാജു ചേട്ടനെ തന്നെയാണ് എല്ലാവരും കാണാൻ വരുന്നത്. കാപ്പ പോലെ ഒരു സിനിമയിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതാണ് ഇത്തരമൊരു സ്ത്രീ കഥാപാത്രം. രാജു ചേട്ടന്റെ സിനിമയാണ്. അതിൽ രാജു ചേട്ടനെ തന്നെയാണ് എല്ലാവരും കാണാൻ വരുന്നത്. ഇന്ദുഗോപൻ ചേട്ടൻ എഴുതിയ ശംഖുമുഖി കഥയിൽ ഉള്ളതുപോലെ തന്നെയാണ് സിനിമ എടുത്തിരിക്കുന്നത്. ഇന്ദുഗോപൻ ചേട്ടൻ എഴുതിവച്ചതിനൊപ്പം എല്ലാവരും ഒരുപോലെ നിൽക്കുകയും ഷാജി സർ ഏറ്റവും മനോഹരമായി ചിത്രീകരിക്കുകയും ചെയ്തു. ഇത് ഒരു കൂട്ടായ്മയുടെ സിനിമയാണ്. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിച്ചത്. പടം ആളുകൾ ഏറ്റെടുക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. കോട്ട മധു എന്ന രാജു ചേട്ടന്റെ കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. ഈ കഥാപാത്രം രാജു ചേട്ടൻ അല്ലാതെ മറ്റാരും ചെയ്താൽ ഇത്രയും ഭംഗിയാകില്ല. രാജു ചേട്ടനെ അല്ലാതെ മറ്റൊരാളെ ഈ കഥാപാത്രത്തോട് ചേർത്തുവയ്ക്കാൻ മനസ്സിൽ പോലും പറ്റുന്നില്ല. ശക്തനായ ഒരു മനുഷ്യനാണ് മധു. സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യം ഉണ്ടെന്ന് കരുതി അത് മധുവിന്റെ പ്രസക്തിക്ക് ഒട്ടും കോട്ടം വരുത്തിയിട്ടില്ല. തിരുവനന്തപുരത്തുകാർ ചെയ്ത് തിരുവനന്തപുരത്തിന്റെ കഥയാണ് കാപ്പ. ഷാജി ചേട്ടൻ, രാജു ചേട്ടൻ, നന്ദു ചേട്ടൻ, ജഗീഷ് ചേട്ടൻ തുടങ്ങി നിരവധി പേരാണ് ചിത്രത്തിനു വേണ്ടി പ്രവർത്തിച്ച തിരുവനന്തപുരത്തുകാർ. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം സ്ലാങ് വളരെ നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. സ്ലാങ് പഠിക്കാൻ എന്നെ സഹായിച്ചത് രാജു ചേട്ടനാണ്. ഞാൻ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം ബേസ്ഡ് സിനിമ ചെയ്യുന്നത്. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ചില വാക്കുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ വാചകങ്ങളുടെ ഘടന ഒന്ന് മാറ്റിയാൽ മതി എന്നു മനസ്സിലായി. പിന്നെ എളുപ്പമായി. വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ചില വാക്കുകൾ വളരെ വ്യത്യസ്തമായിട്ടാണ് പറയുന്നത്. പക്ഷേ പറഞ്ഞു വന്നപ്പോൾ വാചകങ്ങളുടെ ഘടന ഒന്ന് മാറ്റിയാൽ മതി എന്നു മനസ്സിലായി. പിന്നെ എളുപ്പമായി. വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റി എന്ന് തോന്നുന്നു. ഭാഷ വളരെ നന്നായി ഉപയോഗിക്കാൻ കഴിയുന്നവർ അഭിനയിച്ചത് സിനിമയുടെ പ്ലസ് പോയിന്റായി. ഷാജി സാറിന്റെ സിനിമകൾ കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ്. ഇപ്പോഴും യൂട്യൂബിൽ ഷാജി സാറിന്റെ സിനിമകൾ കാണാറുണ്ട്. വളരെ നല്ല തിയേറ്റർ അനുഭവം തന്നിട്ടുള്ള ഫിലിം മേക്കർ ആണ് ഷാജി സർ. അദ്ദേഹത്തിന്റെ സിനിമയുടെ ഭാഗമായത് എന്നെ സംബന്ധിച്ചത് വലിയ ഭാഗ്യമാണ്. ഈ സിനിമ ഷാജി സാറിന്റെ പുതിയൊരു സ്റ്റൈൽ ഓഫ് മേക്കിംഗ് ആണ്. ഇത്രയധികം അനുഭവപരിചയമുള്ള താരങ്ങൾ അഭിനയിക്കുന്ന കാപ്പ പോലൊരു സിനിമയിൽ അഭിനയിച്ചത് ഒരു പഠനക്കളരി കൂടിയായിരുന്നു എനിക്ക്. ഒരുപാട് മഹത്തായ ചിത്രങ്ങൾ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഷാജി സർ ഒരു പുതിയ സംവിധായകനെ പോലെ നമ്മളോടൊപ്പം ഇടപെടുകയും ഒരു തലക്കനവുമില്ലാതെ പെരുമാറുകയും ചെയ്തത് വേറിട്ട അനുഭവമായിരുന്നു. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എന്റെ മുന്നിൽ വളരെ വലുതാണ്. ഞാൻ പേടിച്ചാണ് അദ്ദേഹത്തിന്റെ സെറ്റിൽ ചെന്നത്. പക്ഷേ അദ്ദേഹം നമ്മളിൽ ഒരാളായി മാറി വളരെ സൗമ്യമായി എല്ലാം പറഞ്ഞു തന്നു. അതോടെ ടെൻഷൻ എല്ലാം മാറി. അതുപോലെ ഷാജി സാറും ജോമോൻ ചേട്ടനും തമ്മിലുള്ള കോംബോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. സിനിമയിൽ എല്ലാവർക്കും ന്യായമായ വേതനം നൽകണം എന്നാണ് ഞാൻ പറഞ്ഞത്.
അത് സ്ത്രീയോ പുരുഷനോ എന്ന് നോക്കി കുറയ്ക്കാൻ പാടില്ല. ഞാൻ ഇത് പറഞ്ഞതിനു ശേഷം ഒരുപാട് പുതിയ ഫിലിം മേക്കേഴ്സുമായി ആരോഗ്യകരമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ സ്ത്രീകൾക്കും അർഹമായ വേതനം നൽകണം എന്നുതന്നെയാണ് ഞാൻ പറയുന്നത്. ദേശീയ അവാർഡ് കിട്ടിയതിനു ശേഷം കരിയറിൽ ഒരു മാറ്റം വേണം എന്നൊക്കെ ഉണ്ടോ? അവാർഡ് കിട്ടിയതിൽ സന്തോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം കിട്ടുന്നത് നല്ലതു തന്നെയാണ്. അവാർഡ് കിട്ടുന്നതിനു മുൻപ് കമ്മിറ്റ് ചെയ്ത ചിത്രങ്ങളിലാണ് ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കഥ എന്റെ മുന്നിൽ വരുമ്പോൾ ദേശീയ അവാർഡ് കിട്ടിയ ആള് എന്ന ഫാക്ടർ ഒന്നും ഞാൻ മുന്നോട്ട് വയ്ക്കില്ല. നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. റായനിലെ കഥാപാത്രം എനിക്ക് വന്ന സർപ്രൈസിംഗ് കോളായിരുന്നു. ധൂമത്തിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് റായൻ എന്ന ചിത്രത്തിലേക്കുള്ള കോൾ വരുന്നത് എന്ന് നടി അപർണ ബാലമുരളി. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ ധനുഷ് സാർ സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന് കേട്ടപ്പോൾ തന്നെ റായനിൽ അഭിനയിക്കണം എന്ന് തോന്നിയിരുന്നുവെന്നും അപർണ പറയുന്നു. ചിത്രത്തിൽ മേഖല എന്ന കഥാപാത്രത്തെയാണ് അപർണ അവതരിപ്പിക്കുന്നത്. കഥയും സിനിമയിലെ കഥാപാത്രത്തെക്കുറിച്ചും ധനുഷ് നേരിട്ട് വന്നാണ് പറഞ്ഞു തന്നത് എന്നും ഈ കഥാപാത്രം ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം തനിക്ക് അദ്ദേഹം വിട്ടുതരികയായിരുന്നുവെന്നും അപർണ ബാലമുരളി വണ്ടർവാൾ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ധൂമം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സൺ പിക്ചേഴ്സിന്റെ കോൾ വരുന്നത്. റായന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ ശ്രേയസ് ആണ് വിളിച്ചത്. സൺ പിക്ചേഴ്സ്, ധനുഷ് എന്നിങ്ങനെ കുറെ വാക്കുകൾ കേൾക്കുന്നുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇത്ര ഡയറക്റ്റായിട്ട് ഒരു സിനിമയ്ക്ക് കോളുകൾ വരിക എന്നത് അങ്ങനെ പതിവില്ലല്ലോ. അത് വളരെ സർപ്രൈസിംഗ് കോൾ ആയിരുന്നു എനിക്ക്. ധനുഷ് സാർ ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന പടം, ഒപ്പം സൺ പിക്ചേഴ്സ് പോലെ ഒരു ബാനർ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇതിനോട് യെസ് പറയണം എന്ന് മനസ്സിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം നേരിട്ട് വന്ന് എന്നോട് കഥ പറഞ്ഞു തന്നു. വളരെ രസമായിട്ടാണ് അദ്ദേഹം എന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞു തന്നത്. അപ്പോഴേ ഞാൻ അതിൽ ഓക്കെയായിരുന്നു. എന്റെ കഥാപാത്രം എന്താണ് എന്നതിൽ അദ്ദേഹത്തിന് നല്ല കൃത്യതയുണ്ടായിരുന്നു. ഇത് ചെയ്യണോ വേണ്ടയോ എന്ന തീരുമാനം മുഴുവനായും അദ്ദേഹം എനിക്ക് വിട്ടുതരികയാണ് ഉണ്ടായത്. തന്റെ കുടുംബത്തെ കൊലപ്പെടുത്തിയവരോട് പ്രതികാരം ചെയ്യുന്ന സാധാരണക്കാരനായ യുവാവിന്റെ കഥ പറയുന്ന ചിത്രമാണ് റായൻ. ധനുഷിന്റെ 50ാമത് ചിത്രമായ റായൻ സംവിധാനം ചെയ്തതും ധനുഷ് തന്നെയാണ്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രം നിർമ്മിച്ചത്. എസ്.ജെ. സൂര്യ, കാളിദാസ് ജയറാം, സന്ദീപ് കിഷൻ, സെൽവരാഘവൻ, പ്രകാശ് രാജ്, ദുഷ്ടവിജയൻ, നിത്യ മേനോൻ, അപർണ ബാലമുരളി, അനിക സുരേന്ദ്രൻ, എസ്.ജെ. സൂര്യ, വരലക്ഷ്മി ശരത്കുമാർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ചിത്രം തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. ഒരുപാട് സിനിമകൾ ചെയ്തു, പക്ഷേ പാഷൻ തുടങ്ങുന്നത് ആ ചിത്രത്തിന് ശേഷം. സിനിമയിൽ നിന്ന് മനഃപൂർവ്വം തന്നെയാണ് മാറി നിന്നതെന്ന് നടി അപർണ ബാലമുരളി. തുടരെ വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ ശരീരം വല്ലാതെ ക്ഷീണിക്കും. എനിക്ക് കിട്ടിയ ഈ ചെറിയ ഗ്യാപ്പിൽ ഞാൻ ഹാപ്പിയാണ്. വലിയൊരു ട്രാൻസ്ഫോർമേഷൻ നടത്തി എന്നതിലപ്പുറം ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് എന്റെ ശരീരത്തിൽ കാണാൻ സാധിച്ചു. അത് തന്നെയാണ് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമെന്നും നടി പറഞ്ഞു. സൂര്യ പോർട്ടിന്റെ സെറ്റിൽ വെച്ചാണ് തന്റെ സിനിമയോടുള്ള പാഷൻ തുടങ്ങുന്നതെന്നും നടി പറഞ്ഞു. ഒരു സെക്കൻഡ് ക്ലാസ് യാത്രയിലൂടെയാണ് സിനിമയിലെത്തിയത്. പിന്നീട് മഹേഷിന്റെ പ്രതികാരം, സൺഡേ ഹോളിഡേ, അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തു. പക്ഷേ സിനിമ എന്താണെന്നോ അതിനെക്കുറിച്ച് വലിയ അറിവുണ്ടായിരുന്നില്ല. എന്നാൽ സൂര്യ പോർട്ടർ ആണ് എനിക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാം എന്ന് പഠിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ എന്റെ പാഷൻ തുടങ്ങുന്നത് സൂര്യ പോർട്ടറിന്റെ സെറ്റിൽ വെച്ചാണ്. അതിനുശേഷം എനിക്ക് അഭിനയം വിട്ടുപോകാൻ തോന്നിയിട്ടില്ല. സുധാ മാം എന്നെ ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ധനുഷ് സംവിധാനം ചെയ്യുന്ന റായൻ എന്ന ചിത്രത്തിലും മികച്ച വേഷംസ് ചെയ്യുന്നുണ്ട് അപർണ ബാലമുരളി. ഞാൻ ധൂമം ചെയ്യുന്ന സമയത്താണ് പെട്ടെന്നൊരു കോൾ വരുന്നത്. സത്യത്തിൽ ഭയങ്കര സംശയമായി. കാരണം സൺ പിക്ചേഴ്സ് പോലൊരു കമ്പനി ചെയ്യുന്ന ഒരു സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. ധനുഷ് സാർ സംവിധാനം ചെയ്യുന്ന സിനിമ, അതും സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരു 50% അത് ചെയ്യാൻ തയ്യാറാവും. ധനുഷ് സാർ തന്നെയാണ് ഈ കഥ പറഞ്ഞത്. അപ്പോൾ തന്നെ റെഡിയാണെന്ന് ഞാൻ പറഞ്ഞു. എസ്.ജെ. സൂര്യ ഭയങ്കര കമ്പനിയായിരുന്നു. ഷൂട്ട് ഇല്ലെങ്കിൽ പോലും ഞാനും കാളിയും വെറുതെ സെറ്റിൽ പോയി ഇരിക്കും. ധനുഷ് സാറിനും അതൊക്കെ ഇഷ്ടമായിരുന്നു.